ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് എ ഫോട്ടോൺ? ഇവിടെ നമ്മൾ ഫോട്ടോണിനെ കുറിച്ചാണ് പറയുന്നത്. ഫോട്ടോണിനെ കുറിച്ച് ലൈറ്റ് ഫോട്ടോൺസിൻ്റെ പ്രവാഹമാണെന്ന് പറയുന്നത് ഈ ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിലാണ്. ഇൻ ദ ഇൻട്രാക്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് മാറ്റർ, as in the case of photoelectric effect, light behaves as if it is made of quantas or packets of energy. എനർജിയുടെ പാക്കറ്റുകളായിട്ടാണ് ലൈറ്റ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ക്വാണ്ടം തിയറി പറയുന്നത്. ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് പറയുന്നത്. ദിസ് ക്വാണ്ട ഓഫ് ലൈറ്റ് എനർജി ഈസ് കാൾഡ് ഫോട്ടോൺസ്. ഇതൊരു ലൈറ്റ് സോഴ്സാണ്. നോക്കാം. ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് പോകുന്നത് ക്വാണ്ടം തിയറി പറയുന്നത് ഇത് ഓരോന്നോരോന്ന് ഇതുപോലെ ചീറിപ്പാഞ്ഞു പോകുന്ന എനർജി പാക്കറ്റുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ എനർജി പാക്കറ്റുകൾക്ക് മാറ്റർ നേച്ചറുണ്ട്, അഥവാ മാസ് എന്ന നേച്ചറുണ്ട്, അതേസമയം വേവ് നേച്ചറും ഉണ്ട്. ഓരോന്നിനും ഓരോ ക്വാണ്ടസിനും എനർജി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ടോർച്ച് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റിന് നമുക്ക് ഇതുപോലെ ഓരോരോ പാക്കറ്റ് ഓഫ് എനർജികളുടെ പ്രവാഹമായിട്ട് കാണാം. ഇതിൽ ഓരോ പാക്കറ്റിന് മാറ്റർ നേച്ചറുണ്ട്. മാറ്റർ നേച്ചർ ഒരു വസ്തുവിന് ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ വേറെ വസ്തുവിനെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റർ നേച്ചറുണ്ട്. എന്നാൽ അതേസമയത്ത് വേവ് നേച്ചറുണ്ട്. അപ്പോൾ ഈ ഓരോന്നിൻ്റെ എനർജിയാണ് എച്ച് ഇൻറ്റു ഫ്രീക്വൻസി. ന്യൂ എന്ന ലെറ്ററും പറയും കേട്ടോ. എച്ച് ഇൻറ്റു ഫ്രീക്വൻസി എഫ് അല്ല ന്യൂവും പറയാറുണ്ട്. അപ്പോൾ അത്രയും എനർജിയാണ് ഇതിൽ ഓരോ കോണ്ടാസിനുള്ളത്. അതിനർത്ഥം ഫ്രീക്വൻസി കൂടിയ ലൈറ്റിന്, അഥവാ വയലറ്റ് ലൈറ്റ്, അൾട്രാ വയലറ്റ്, അങ്ങനെയുള്ള ഫ്രീക്വൻസി കൂടിയ ലൈറ്റിന് അതിൻ്റെ ഓരോ കോണ്ടാസിനും എനർജി കൂടുതലായിരിക്കും. ഇപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ഇൻഫ്രാറെഡ്, റെഡ് കളർ ലൈറ്റുകളിൽ ഓരോ കോണ്ടാസിനും എനർജി കുറവായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു മെറ്റാലിക് പ്ലേറ്റിൽ ഫോട്ടോൺസ്, ഇൻകമ്മിങ് ഫോട്ടോൺസ് ഒന്ന് തട്ടുമ്പോൾ അതിൽ നിന്ന് ആ മെറ്റൽ സർഫസിലെ ആറ്റങ്ങളിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് തട്ടിത്തെറിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ 3 ഫോട്ടോൺസ് വരുന്നു, 3 ഇലക്ട്രോൺസ് തെറിച്ചു പോകുന്നു. അപ്പോൾ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ തട്ടിത്തെറിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റാണ് വരുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ കൂടുതൽ ഫോട്ടോൺസ് വരും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് തട്ടിത്തെറിപ്പിക്കപ്പെടും. ഇതാ മറ്റൊരു പിക്ചർ നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ മറ്റൊരു പിക്ചർ നോക്കാം. ഇപ്പോൾ ഒരു മെറ്റൽ സർഫസ്, ഇപ്പോൾ അലുമിനിയം ആണ് നോക്കുക. ഈ ആറ്റം പുറമേ നിന്നൊരു ഫോട്ടോൺ വരുന്നു, അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിൽ തട്ടുന്നു. ആ ഇലക്ട്രോണിന് ആവശ്യത്തിന് എനർജി, ഈ ഓർബിറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഫൈ എന്ന വർക്ക് ഫംഗ്ഷൻ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് തെറിച്ച് പുറത്തേക്ക് പോകുന്നതായിട്ടിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ഇൻട്രാക്ഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഫോട്ടോൺസ്? ഫോട്ടോൺസ് ആർ നത്തിങ് ബട്ട് ക്വാണ്ടാസ് അഥവാ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ഇനി ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്. ഫോർ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ന്യൂ, ആൾ ഫോട്ടോൺസ് ഹാവ് ദ സെയിം എനർജി. ഒരു പർട്ടിക്കുലർ കളറുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റിൽ അതിനകത്ത് വരുന്ന എല്ലാ ഫോട്ടോൺസിനും സെയിം എനർജി ആയിരിക്കും. ആ എനർജി എത്രയായിരിക്കും? എച്ച് ഇൻറ്റു ഫ്രീക്വൻസി, എച്ച് ന്യൂ. ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഏതാണോ അതേ ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും ഓരോന്നിൻ്റെയും എനർജി നമ്മൾ പറഞ്ഞു. കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. ആൻഡ് ഓരോന്നിൻ്റെയും മൊമെൻറ്റം അഥവാ ആക്കം, ഓരോ ഫോട്ടോൺസിൻ്റെയും മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ന്യൂ ബൈ സി എന്നാണ്. സി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് സി. ആൻഡ് ദിസ് മൊമെൻറ്റ് ആൻഡ് എനർജി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. വരുന്ന പ്രകാശത്തിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രതയുമായിട്ട് ഒരു ഫോട്ടോണിൻ്റെ എനർജിക്ക് ബന്ധമില്ല. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് അത് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട്. ദ ലൈറ്റ് ഹാവിങ് ഹയർ ഇൻറ്റൻസിറ്റി കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ്, ബട്ട് എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ലൈറ്റ് ബീം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ കൂടുതൽ ഫോട്ടോൺസ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നേ അർത്ഥമുള്ളൂ. അതിനർത്ഥം ഒരു ഫോട്ടോണിൻ്റെ എനർജി അത് ഈ ഫ്രീക്വൻസീനെ മാത്രമേ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ ബീമിൻ്റെ കാര്യം ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയാം.
ഒരു ഇലക്ട്രോൺ ബീം വരുമ്പോൾ അതിന് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചോ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചോ ഡിഫ്ലക്റ്റ് ചെയ്ത് മാറ്റാം. പക്ഷേ ഫോട്ടോൺസ് അങ്ങനെയല്ല. ലൈറ്റ് ഫോട്ടോൺസ് അതിന് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ പെടുത്തി അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പുറമേ നിന്ന് മറ്റു ഇലക്ട്രിക് ഫീൽഡ് മറ്റു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തുകൊണ്ട് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനും പറ്റില്ല. ആക്ച്വലി ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അത് അതിൻ്റെ യാത്രയിൽ ഇലക്ട്രിക് ഫീൽഡുകളോ മാഗ്നറ്റിക് ഫീൽഡുകളോ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിലാലോ മറ്റൊരു പുറമേ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിലാലോ അത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ഇനി നാലാമത്തെ നോക്കാം. ഇൻ ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ, ഒരു ഫോട്ടോൺ ഒരു പാർട്ടിക്കിളായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് പറയുന്നത്. ഫോട്ടോൺ ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ മൊമെൻറ്റം ആർ കൺസർവ്ഡ്. ഇപ്പോൾ ഈ കൊളീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് കൊളീഷനാണ് നമ്മൾ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം കൺസർവ് ആകുമെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ടോട്ടൽ എനർജിയും കൺസർവ് ആകും, ടോട്ടൽ മൊമെൻറ്റവും കൺസർവ് ആകും. ഹവർ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് മേ നോട്ട് കൺസിഡേർഡ് ഇൻ കൊളീഷൻ. അതായത് ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ധാരാളം ഫോട്ടോൺസ് വന്നു എന്ന് വെച്ച് വരുന്ന ഒരു ഫോട്ടോൺ പല ഇലക്ട്രോണൊന്നും തട്ടിത്തെറിപ്പിക്കില്ല. 1-to-1 ഇൻട്രാക്ഷനേ അവിടെ ഉള്ളൂ. ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിനെ മാത്രമേ തട്ടിത്തെറിപ്പിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ? ദ റേഡിയേഷൻ ഹാസ് വേവ് നേച്ചർ ആസ് വെൽ ആസ് പാർട്ടിക്കിൾ നേച്ചർ. ഇതിനെയാണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് റേഡിയേഷനോ ഇൻഫ്രാറെഡ് റേഡിയേഷനോ വൈറ്റ് ലൈറ്റോ റെഡ് ലൈറ്റോ ഇൻഫ്രാറെഡ് ഏത് റേഡിയേഷനോ ആകട്ടെ, അതിനൊക്കെ ഒരേ സമയത്ത് പാർട്ടിക്കിൾ നേച്ചറുണ്ട് എന്നാൽ വേവ് നേച്ചറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനെയാണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ? മാറ്ററിൻ്റെ അഥവാ ഒരു പദാർത്ഥത്തിൻ്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഡി ബ്രോഗ്ലി ഫൗണ്ട് ദാറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് വേവ് നേച്ചർ. പാർട്ടിക്കിളിന് അഥവാ മാറ്ററിന് വേവിനെ പോലെയും ബിഹേവ് ചെയ്യാൻ സാധിക്കും. ചില പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദസ് ദീസ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഹാവ് ഡ്യുവൽ നേച്ചർ. അപ്പോൾ അങ്ങനെ പാർട്ടിക്കിളിൻ്റെ വേവ് നേച്ചർ എടുത്ത് കാണിക്കപ്പെടുന്നത് ആ പാർട്ടിക്കിൾ ഹൈ വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോഴാണെന്ന് മാത്രം. ഇനി 21th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ മാറ്റർ വേവ്സ്? മാറ്റർ വേവ്സ് എന്ന് പറയപ്പെടുന്നത് എന്താണ്? ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആർ കാൾഡ് മാറ്റർ വേവ്സ്. നേരത്തെ പറഞ്ഞല്ലോ വസ്തുക്കൾക്ക് വേവ് നേച്ചർ ഉണ്ടാകുന്നു. അങ്ങനെ വേവ് നേച്ചർ ഉണ്ടാകുന്ന സിറ്റുവേഷനും പറഞ്ഞു ഹൈ വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഏകദേശം ലൈറ്റിൻ്റെ വെലോസിറ്റി എത്തുമ്പോഴാണ് ആ വേവ് നേച്ചർ എടുത്ത് കാണിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാറ്ററിനെ വേവായിട്ട് കാണുമ്പോൾ വേവാണെങ്കിൽ എന്തുണ്ടാവും? അങ്ങനെയുള്ള മാറ്ററിനെയാണ് നമ്മൾ മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഡി ബ്രോഗ്ലി വേവ് എന്നും പറയും. ഇനി 22nd ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് എക്സ്പ്രഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ. ഇപ്പോൾ ഡി ബ്രോഗ്ലി എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു മാറ്ററിന് വേവ് നേച്ചർ ഉണ്ട്. വേവാണോ അതിന് വേവ് ലെങ്ത് ഉണ്ടാവില്ലേ? ഒരു വേവിന് വേവ് ലെങ്ത് ഉണ്ടാവും അല്ലേ? അദ്ദേഹം ഡി ബ്രോഗ്ലി ഈ വേവ് ലെങ്ത്തിനുള്ളൊരു ഇക്വേഷനും നമുക്ക് തന്നു. അതിൽ ആദ്യത്തെ ഇക്വേഷനാണ് മാറ്റർ വേവായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ് h/p. h മീൻസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, p എന്ന് വെച്ചാൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ മെക്കാനിക്സിൽ മോഷനെ കുറിച്ച് പഠിച്ചപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, മാസിൻ്റെ വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിൽ ഈ പിക്ക് പകരം നമുക്ക് mv എന്ന് കൊടുക്കുമ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ h/mv എന്നാവും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്തുള്ള ടേംസ് എന്തൊക്കെയാണ്? h എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂം നമ്മൾ അറിഞ്ഞിരിക്കുക 6.626 × 10⁻34 ജൂൾസ് സെക്കൻഡ്, m for mass of the particle and v for velocity of the particle. ഇനി വെലോസിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദി ജനറലായിട്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്നുള്ള മെക്കാനിക്സിൽ പഠിച്ചത്, മോഷൻ എന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചത് p²/2m എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് പിക്ക് വേണ്ടി മൊമെൻറ്റത്തിന് വേണ്ടി മാറ്റി എഴുതി കഴിഞ്ഞാൽ 2m × കൈനറ്റിക് എനർജി എന്ന് എഴുതാം. അത് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്.
പി സ്ക്വയർ ഉണ്ട്, സ്ക്വയറോടെ കാണാത്തതാണ്, 2 തെളിഞ്ഞിട്ടില്ല. ഇപ്പോൾ രണ്ട് സൈഡ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഈക്വൽ ടു റൂട്ട് ഓഫ് അണ്ടർ റൂട്ട് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഈ പറഞ്ഞ പിയുടെ ഇക്വേഷൻ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ ഒരു പി വരുന്നുണ്ടല്ലോ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അങ്ങനെയായിട്ട് മാറും. നോക്കി, ലാംഡ ഈക്വൽ ടു h ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഈ കൈനറ്റിക് എനർജിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിന് എന്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. അപ്പോൾ ആർക്കിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഒരു വാക്യൂം ട്യൂബിനകത്ത് ഒരു ആനോഡും കാഥോഡും പ്ലേറ്റ് വെക്കുന്ന ഒരു ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു വാക്യൂം ട്യൂബാണ്. എന്നിട്ടത് കാഥോഡ് ആക്കിയിരിക്കുന്നത്, പുറമേ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് കാഥോഡ് ആക്കിയിരിക്കുന്നത്. അതിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ഇപ്പുറം ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ആനോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആവശ്യത്തിന് ഒരു ഹീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, തെർമോണിക് എമിഷന് വേണ്ടി കുറച്ച് ഹീറ്റൊക്കെ ഇവിടെ കാഥോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ചാർജ് എന്ന് കണ്ടാൽ മതി. ഒരു ചാർജ് ഇവിടുത്തെ എമിറ്റ് ചെയ്യുന്ന ഒരു ചാർജ് ക്യൂ ആണ് നോക്കുക. ചാർജ് ക്യൂ എന്ന ചാർജ് ഇപ്പോൾ നിൽക്കുന്നത് വി എന്ന പൊട്ടൻഷ്യൽ, ക്യാപിറ്റൽ വി എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചാർജിൻ്റെ ഒരെണ്ണം മാത്രം ഉണ്ടോ, അതിൻ്റെ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ക്യൂ വി ആണ്, സ്മോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ വി ആണ്. അങ്ങനെ ഇത് മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോൾ അതിന് ഈ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും, അഥവാ KE ആയിട്ട് മാറും. സോ KE ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതി കാണുന്നത്. ഈ ഇക്വേഷനിൽ KE എന്നതിന് പകരം ക്യൂ ഇൻറ്റു വി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താണത്? കൈനറ്റിക് എനർജി ഓഫ് ദി ചാർജ് മൂവിങ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് വി. അത് വാക്വം ട്യൂബിലാണ് സംഭവിക്കുക. വി വോൾട്ട്, അതൊരു ഹൈ വോൾട്ടേജ് ആയിരിക്കും. വി 1000 to 2000 അങ്ങനെ ഹൈ വോൾട്ടേജിലായിരിക്കും ഇങ്ങനെ ചാർജ് മൂവ് ചെയ്യുക. ഈസ് ക്യൂ ഇൻറ്റു വി. അപ്പോൾ ഇക്വേഷനെ ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. എന്തിൻ്റെ ഇക്വേഷനാണിത്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ചാർജിനെ നേരത്തെ കണ്ട ഫിഗറിൽ ഇലക്ട്രോൺസാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അങ്ങനെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അത് വേവ് പോലെ വർക്ക് ചെയ്യും. അങ്ങനെയുള്ള വേവ് ലെങ്ത്, അതിൻ്റെ ഇക്വേഷനാണത്. ഓക്കെ, ഇതും സെയിം ഇക്വേഷൻ തന്നെയാണ്. നേരത്തെ കണ്ട ഇക്വേഷനിൽ കുറച്ച് ടേംസുകൾക്ക്, അതായത് 2m അപ്പം മാസ് ഓഫ് ദി ഇലക്ട്രോണായിട്ട് കണ്ടുകൊണ്ട് മൂവ് ചെയ്യുന്നത് ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എമ്മിന് വരും ഇലക്ട്രോണിൻ്റെ മാസ് എടുത്തു. ക്യൂ എന്നതിന് പകരം ഇ എന്ന് എടുത്തു. സ്മോൾ ക്യൂവിന് വരും ഇ, സ്മോൾ ലെറ്റർ ഇ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ ഒന്ന് ഇലക്ട്രോണിന് വേണ്ടി മാറും, മൂവ് ചെയ്ത് ഇലക്ട്രോണാണ് എന്ന് കണ്ടുകൊണ്ട്. സോ ലാംഡ ഈക്വൽ ടു എച്ചിനൊക്കെ വാല്യൂ കൊടുക്കും, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് മാറും. 1.227 ബൈ റൂട്ട് അണ്ടർ റൂട്ട് ക്യാപിറ്റൽ വി. ഇപ്പോൾ ഈ ഇക്വേഷനിൽ ലാംഡ തരുന്നത് നാനോമീറ്ററിലാണ് എന്ന് മാത്രം. ഇപ്പം നാനോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കൺവേർഷൻ അറിഞ്ഞിരിക്കണം. 1 നാനോ മീൻസ് 10⁻⁻⁹ മീറ്റർ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 23rd ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് ഡി ബ്രോഗ്ലി വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്? മാറ്റർ വേവ് പോലെ ബിഹേവ് ചെയ്യും എന്ന് ഡി ബ്രോഗ്ലി എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നുവെങ്കിലും അത് പ്രൂവ് ചെയ്യപ്പെട്ട എക്സ്പെരിമെൻ്റ് എന്താണ്? ആ എക്സ്പെരിമെൻ്റിൻ്റെ പേരാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ്. പിന്നെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും എങ്ങനെയാണ് വേവ് നേച്ചർ പ്രൂവ് ചെയ്തതെന്നൊക്കെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.